ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഞാൻ ചെയ്തില്ലെങ്കിലേ അമ്മ തന്നെ ചോദിക്കും, അംബികാദേവി നിനക്കെന്താ എന്നോട് വെറുപ്പാണോന്ന്. ആരതി ഒഴിയേണ്ടതേ എന്റെ ചുമതലയാ. ചെറിയമേ മോളിരിക്കെ. ചെറിയമേ, എനിക്കേ ഒരു സംശയം. അച്ഛന്റെ ഈ തിരക്കും വെപ്രാളൊക്കെ കണ്ട് ചോദിക്കുന്നതാ. അമ്മയുടെ പേര് പോലും പറയാൻ മടിക്കുന്ന അച്ഛനെ അമ്മയുടെ കാര്യത്തില് എന്തിനാ ഇത്ര ഇൻട്രസ്റ്റ് കാണിക്കുന്നത്? മോളെ, സൂര്യമംഗലം കൊട്ടാരത്തില് ഇന്ന് ജീവിച്ചിരിക്കുന്നവര് ഏറ്റവും ഉയർന്ന സ്ഥാനത്താ ഈ സരസ്വതി തമ്പുരാട്ടി ഉള്ളത്. അതായത് മോളുടെ അമ്മമ്മ. എല്ലാവർക്കും മതിപ്പും ബഹുമാനമുള്ള വളരെ നല്ലൊരു സ്ത്രീയാ. എന്നുവെച്ച പ്രതാപി. ആർക്കും പേടിയാ മോളുടെ അമ്മമ്മേ. മോളുടെ അമ്മയെ പ്രതാപേട്ടൻ കല്യാണം കഴിക്കുന്നത് ഇഷ്ടമല്ലാത്തതുകൊണ്ട് അന്ന് കൽക്കട്ടയിൽ അവരുടെ പാലസിലേക്ക് തിരിച്ചു പോയതാ. പിന്നെ എപ്പോഴാ തിരിച്ചു വരുന്നത്? അല്ല, എന്താ മോളുടെ സംശയം? അല്ല ചെറിയച്ച, അത് മോള് അമ്മമ്മയെ കുറിച്ച് ചോദിക്കുക. ആണോ? സരസ്വതി തമ്പുരാട്ടി നാട്ടിലേക്ക് തിരിച്ചു വന്നത് തന്നെ ഒരു അത്ഭുതമാ. പിന്നെ ഇങ്ങോട്ട് വരുന്നത് നമ്മുടെ ഭാഗ്യം, പ്രത്യേകിച്ച് മോളുടെ. എന്തായാലും അവരുടെ വരവില് എന്തോ ഒരു ഉദ്ദേശമുണ്ട്. തക്കതായ ഒരു കാരണമില്ലാതെ സൂര്യമംഗലം കൊട്ടാരത്തിലെ സരസ്വതി തമ്പുരാട്ടി ഇങ്ങോട്ട് വരില്ല. അമ്മ ഇങ്ങനെ അപ്സെറ്റ് ആവാതെ. അമ്മയുടെ ടെൻഷൻ കണ്ടിട്ട് പതുക്കെ പതുക്കെ എനിക്കും പേടിയാവുക. പേടിക്കണം, നീയേ അവരെ സൂക്ഷിക്കണം. വെളച്ചില് കണ്ട അവരൊതുക്കി കളയും നിന്നെ. നിന്റെ തരികിടകളെ അവരുടെ മുന്നിൽ ഇറക്കരുതെന്ന്. അമ്മയുടെ വർത്താനം കേട്ടാ തോന്നും ഞാൻ ഏതോ കൾച്ചർലെസ് ഫെലോ ആണെന്ന്. നീ വലിയ കൾച്ചർ ഉള്ളവനായതുകൊണ്ടാണല്ലോ ഒരുത്തി ഒരു കൊച്ചിനെ ഒക്കത്ത് വെച്ച് അനാഥ പ്രേതം പോലെ ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നേ. അമ്മേ, ദേ ഇടയ്ക്കിടയ്ക്ക് എനിക്കിട്ട് ഒളിയമ്പീത് ഇങ്ങനെ സന്തോഷിക്കല്ലേ. നമ്മുടെ പുരാണ കഥകളിലെ ചില മുനിമാർക്ക് പോലും ഇങ്ങനെ അബദ്ധം പറ്റിയിട്ടുണ്ട്. പിന്നെ എനിക്ക് നിനക്കേ പുരാണ കഥകളൊക്കെ അറിയാമോ? ചിത്രകഥകളൊക്കെ വായിച്ചിട്ടുണ്ട്. ഏതൊരു പോലീസുകാരനും ഒരബദ്ധമൊക്കെ പറ്റും. എടാ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ആ ദിവ്യയും നീയും തമ്മിലുള്ള കണക്ഷൻസ് ഒന്നും ആ സരസ്വതി തമ്പുരാട്ടി അറിഞ്ഞേക്കരുത്. അറിയാൻ പാടില്ല. അവൾ ഇവിടുത്തെ തൂപ്പുകാരിയാണെന്ന് പറഞ്ഞാ മതി. അവര് വരുമ്പോ എങ്ങോട്ടെങ്കിലും ഒന്ന് പോയാ മതിയായിരുന്നു. അവര് വരട്ടെ, അപ്പൊ നമുക്ക് നോക്കാമേ. എടാ, അവരൊരു മഹാറാണിയാ. കൊല്ലും കൊലയൊക്കെ നടത്തിയ കൊട്ടാരത്തിലെ മഹാറാണി. അതിന് ഈ കാലത്ത് രാജാവ് രാജ്ഞിയൊക്കെ ഉണ്ടോ? അവരിപ്പോഴും മഹാറാണിയെ പോലെയാ ജീവിക്കുന്നേ. മഹാദുഷ്ടയായ സ്ത്രീയാ. എന്റെ 10 ഇരട്ടി ദുഷ്ടത അവർക്കുണ്ട്. അവരിങ്ങോട്ട് വരുന്നത് തന്നെ എന്റെ നാശം കാണാനാ. എന്നാലും ഇങ്ങോട്ട് വരട്ടെ. വന്ന കാലില് അവരിവിടുന്ന് തിരിച്ചു പോവില്ല. എന്റെ അമ്മയോട് അവരെന്തെങ്കിലും ചെയ്താ തൊട്ടിക്കളയും ഞാൻ അവരെ. അവരുടെ കൈകൊണ്ട് നീ പടുമരണം വാങ്ങിച്ചു കെട്ടരുത്. അത്രേ എനിക്ക് പറയാനുള്ളൂ. അമ്മ എത്രയായി വീട്ട്? വെള്ളയമ്പലം കഴിഞ്ഞെന്ന് അറിയാനായേ? അയ്യോ, എന്നാ ഇപ്പൊ ഇങ്ങോട്ട് എത്തുമല്ലോ. രാജു ആണെങ്കിൽ ബൊക്കെ വാങ്ങിക്കാൻ പോയിട്ട് കാണുന്നുമില്ല. ബൊക്കെയോ? അമ്മ വരുമ്പോ ബൊക്കെ കൊടുത്ത് സ്വീകരിക്കാൻ. യാമിനി, അതൊന്നും വേണ്ട. അമ്മ വല്ലാത്തൊരു ക്യാരക്ടറാ. കളിയാക്കണമെന്ന് വിചാരിക്കും. ബൊക്ക പിടിച്ചു വാങ്ങി വലിച്ചെറിയും ചിലപ്പോ.
ചിലപ്പോ ആ ഒരു കാരണം മതി, അപ്പൊ തിരിച്ചു പോകും. ഇനിയിപ്പോ എന്ത് ചെയ്യും? പഞ്ചപുച്ച മുടക്കി നിന്ന എല്ലാവർക്കും കൊള്ളാം. ആ, ഈ അമ്മയ്ക്ക് ഒത്തിരി പ്രായമുണ്ടോ? ഞങ്ങൾ കണ്ടിട്ട് കുറെ നാളായില്ലേ. കഴിഞ്ഞ ദിവസം ഒരു ഫോട്ടോ കണ്ടിരുന്നു. അതില് അത്ര ഏജൊന്നും തോന്നിയില്ല. എത്താറായോ പ്രതാപ? ഇപ്പൊ വരും ചേച്ചി. വരുന്നതിന്റെ ഉദ്ദേശം എന്താണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഒരു സമാധാനം ആയേനെ. അത്രയൊന്നും പേടിക്കണ്ട ചേച്ചി. എന്തായാലും മനസ്സുകൊണ്ട് വളരെ നല്ലയാളാ അമ്മ. ആരതി ഒഴിയണം, അത് ഋതുമോള് ചെയ്യട്ടെ. ഏയ്, അതൊന്നും വേണ്ട. അതൊക്കെ ഞാൻ തന്നെ ചെയ്തോളാം. ഞാൻ ചെയ്തില്ലെങ്കിലേ അമ്മ തന്നെ ചോദിക്കും, അംബികാദേവി നിനക്കെന്താ എന്നോട് വെറുപ്പാണോന്ന്. ആരതി ഒഴിയേണ്ടതേ എന്റെ ചുമതലയാ. വന്നല്ലോ അപശകുനം. ബൊക്കെയൊന്നും വേണ്ടെന്നാ രാജു ഇവരൊക്കെ പറയുന്നത്. ഏയ്, എന്തായാലും വാങ്ങിയതല്ലേ, ഞാൻ തന്നെ കൊടുത്തോളാം. രാജു. എന്താ മാഡം? ഞാൻ നോക്കുമ്പോ ബൊക്ക നീ എന്റെ കൈ തന്നാ മതി. ശരി മാഡം. കാർ വന്നു തോന്നുന്നു.